Hi guys, don't say welcome back. Yes, അപ്പോൾ നമ്മൾ ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ +2 സേ എക്സാം ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് മറികടക്കണം. അപ്പോൾ നിങ്ങൾ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇംപ്രൂവ് അങ്ങ് മാറ്റി വെക്കുക. സേ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്യാൻ പറയാം, നിങ്ങൾ എക്സാം പാസ്സാവും. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവുന്ന ഒരു 90% നിങ്ങളെ ഭാഗം ക്ലിയർ ആയി. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താണ്, ഫോക്കസ് ഓൺലി ഓൺ വീക്ക് സബ്ജക്ട്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ നിങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന, പൊളിറ്റിക്സ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിൽ ബിസിനസ് ആണെങ്കിലോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അത് മാത്രം ഇരുന്ന് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീണ്ടും റിവൈസ് ചെയ്യാൻ നിൽക്കണ്ട. രണ്ടാമത്തെ കാര്യം, അനലൈസ് യുവർ പ്രീവിയസ് എക്സാം പേപ്പർ ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ചാപ്റ്ററിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ചാപ്റ്ററിന് എത്ര മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുക. ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഭയങ്കര ടഫായിരിക്കും, ആ ചാപ്റ്റർ ആകെ ചോദ്യം ചിലപ്പോൾ 1-2 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം. എങ്കിൽ ആ ചാപ്റ്റർ അങ്ങ് ഒഴിവാക്കിയാണ്, അത് വായിക്കാനോ പിടിക്കാനോ നിങ്ങൾ പോകണ്ട. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ചാപ്റ്റേഴ്സും എത്ര മാർക്കിന് ചോദ്യം ചോദിക്കും, ആ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്. ഒരു ചാപ്റ്റർ ചിലപ്പോൾ 9 മാർക്കിന് ചോദ്യം ചോദിക്കും, ടഫ് ചാപ്റ്ററാണ്. പക്ഷേ വേറൊരു ചാപ്റ്ററിന് ആകെ കുറച്ചുകൂടി സിമ്പിളായ ചാപ്റ്ററിന് 6 മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 6 മാർക്കിന്റെ അല്ലെങ്കിൽ ആ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി. ആ ടഫുള്ള ചാപ്റ്റർ 9 അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ നല്ലത് ഈ 6-4 മാർക്ക് ഇടുന്ന 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആകെ പാസ് മാർക്കുള്ള അല്ലെങ്കിൽ പാസ്സാവാനുള്ള മാർക്കിന് വേണ്ടിയുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പരിപാടി, സ്റ്റഡി ഫ്രം മലയാളം ഓർ ഇംഗ്ലീഷ്, ചൂസ് സ്മാർട്ട്. നിങ്ങൾ പല ആളുകളുടെയും പ്രശ്നം എക്സാം എഴുതുന്ന ലാംഗ്വേജാണ്. ചില ആളുകൾ പറയും ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതാന്ന് പറയും, പക്ഷേ നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് അവർക്ക് അറിയാം, അല്ലെങ്കിൽ ആ കണ്ടന്റ് അവർക്ക് അറിയാം, പക്ഷേ എഴുതാൻ അറിയാതെ ചില ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ഒരു എക്സാമിന് നമുക്കൊരു ചാൻസ് എടുക്കാൻ നമുക്ക് ഇനി എന്തില്ല, ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഏതാണ് എനിക്ക് നന്നായി കംഫർട്ടായിട്ട് മാക്സിമം എഴുതാൻ കഴിയുക, അത് മലയാളമാണെങ്കിലും മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇതിൽ ഏതാണെന്നതിൽ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. എന്നിട്ട് ആ ലാംഗ്വേജിൽ നിങ്ങൾ പഠിക്കാനും എഴുതി പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചില ആളെന്ന് പറയും ഞാനിങ്ങനെ പിന്നെ മലയാളത്തിൽ പഠിക്കും, അത് ഞാൻ ഇംഗ്ലീഷിലാക്കി എഴുതുന്നൊക്കെ പറയും. പക്ഷേ ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതിൽ ഒരുപാട് ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഒരു ധാരണ വേണം. അടുത്ത പരിപാടി, ഡോണ്ട് വേസ്റ്റ് ടൈം ഓൺ ടഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻസിൻ്റെ മേലെ വെറുതെ ഇരിക്കേ വേണ്ട. അത് ടഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ്, നമുക്കറിയാം ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു എസ്എ ക്വസ്റ്റ്യൻ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് 8 മാർക്കായിരിക്കും എസ്എ കിട്ടുക. എന്നാൽ 4 മാർക്കിൻ്റെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കുറേ ഷോർട്ട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് അതിനൊരു 5-6 ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കും. അത് മൊത്തം നിങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ആ രീതിയിൽ മാർക്ക് വെയിറ്റേജും ടഫ്നെസ് ഒക്കെ നോക്കിയിട്ട് നമുക്കിത് പാസ്സാവുക നമ്മുടെ പരിപാടി. ഈ രീതിയിൽ നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി നിങ്ങൾ മാറ്റി 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എജുപോന്റെ സാ ബാച്ച്, നമ്മുടെ സേ ടു സക്സസ് ബാച്ചിൻ്റെ 2ാമത്തെ ബാച്ച് അടിപൊളിയായി പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, നല്ല റിവ്യൂസാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നമ്മുടെ 2ാമത്തെ ബാച്ച് ഈ വരുന്ന നെക്സ്റ്റ് ജൂൺ 9 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണ് സെക്കൻഡ് ബാച്ച്. സോ നിർബന്ധമായി എന്ത് ചെയ്യാം, നിങ്ങൾ സെക്കൻഡ് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ വീണ്ടും നമുക്കൊരു ചാൻസ് എടുക്കാൻ നമുക്ക് സമയമില്ല. ഇനി ഒരു ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം, സമയമില്ല, നമ്മൾ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് നമ്മുടെ എന്തൊക്കെ നമുക്കുള്ളത് ഡെയിലി ലൈവ് ഉണ്ട്, ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ്, മെന്റർഷിപ്പ്, 1 ഷോട്ട് സീരീസ്, A+ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. എന്തായാലും നിങ്ങൾ പാസ്സാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കോഴ്സിന് നമ്മുടെ ജൂൺ 9, അതായത് ഇന്നലെ ജൂൺ 9, ഇന്ന് മുതൽ നമ്മുടെ ബാച്ച് സെക്കൻഡ് ബാച്ച് എന്ത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ എക്സാം ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, അതിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പാസ്സാവട്ടെ. താങ്ക് യു.